നമസ്കാരം. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകം നിലനിൽക്കുകയും പ്രവർത്തന നിരതമാവുകയും ചെയ്യും. അതുകൊണ്ട് വിനയമുള്ളവരായി ജീവിക്കാം. മനുഷ്യരുടെ ഭാവവും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ ഈ ലോകം അവരാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയെ ചലിപ്പിക്കുന്നത് തങ്ങളാണ് എന്നുള്ള തുത്തുണുക്കി പക്ഷിയുടെ വിചാരം പോലെയാണ്. ഇന്നലകളിൽ ഈ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇന്നും ഭൂമി ഇവിടെ തന്നെ ഉണ്ടല്ലോ. നാളെയും ഭൂമി ഇവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. ഭൂമിയിൽ ജീവനുള്ളിടത്തോളം, മനുഷ്യജീവനുള്ളിടത്തോളം ഭൂമി സമൃദ്ധമായി എല്ലാവർക്കും വാരിക്കോരി വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കും. താൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ നശിപ്പിക്കുന്നതും മനുഷ്യനാണെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുന്നത്. അത്യാഗ്രഹവും എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന വാശിയും കാലാവസ്ഥകളെ ഒക്കെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഋതുക്കളെ യഥാസമയം അയച്ച് ഭൂമി സകല ജീവജാലങ്ങൾക്കും പാർക്കാനുള്ള ഇടമാക്കുന്നു. സർവം സഹയാണ് ഭൂമി എന്നാണല്ലോ ആലങ്കാരികമായി ഭൂമിയെപ്പറ്റി പറയുന്നത്. എല്ലാം സഹിക്കാൻ കഴിയുന്നവൾ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമിയിൽ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നു. ആ ഭൂമിയെ ഇവിടെ ഉപേക്ഷിച്ചാണ് അവർ കാലയവനിൽ മറിഞ്ഞത്. ആ ഭൂമിയെ നമുക്കായി ഇവിടെ തന്നിട്ടാണ് അവർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു പോയത്. ഇന്ന് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി അവരുടെ പാദസ്പർശമേറ്റതാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു എളിമ തോന്നിയേക്കാം. ഇന്ന് നമ്മുടെ പാദസ്പർശമേറ്റ ഭൂമിയിൽ അടുത്ത തലമുറയും പാദങ്ങൾ ഊന്നി നടക്കും എന്ന് വിചാരിക്കണം. ഇതൊരു ജീവിതക്രമമാണ്. ബുദ്ധിമാനായ മനുഷ്യൻ ഇതിനോടകം ആധുനികതയ്ക്ക് വേണ്ടി എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതൊന്നും ഇവിടെ വിശദമായി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. തന്നാൽ കഴിയുന്ന വിധത്തിൽ ഭൂമിയെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഈ ഭൂമി ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അഹംഭാവമൊക്കെ എന്നേ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. യുദ്ധവും ആയുധ മത്സരങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെ നടത്തി മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ കാലത്ത് അതിൽ നിന്നെല്ലാം പിന്തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തുത്തുകുണിക്ക് പക്ഷിയുടെ മാനസിക നിലയിൽ നിന്നും മനുഷ്യൻ പുറത്തു വരട്ടെ. വിശാലമായി ലോകത്തെ കാണട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും അസൂയയും കുശുമ്പും പകയും വിദ്വേഷവും എല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. തൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയാൽ വിനയം ഹൃദയത്തിൽ വന്ന് നിറയുമെന്ന് ഓർത്താലും. ശുഭദിനം.